So, yeah. So, hello everyone. Welcome to the IELTS Academy. One second, yeah. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ചാപ്റ്ററിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈപ്പോതെസിസ്. ഓക്കെ, അപ്പൊ ഹൈപ്പോതെസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹൈപ്പോതെസിസ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു നല്ല ഹൈപ്പോത്തിസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഈ 4 കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു വീഡിയോയുടെ PPT വേണ്ടവർ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ PPT പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. അതായത് PYQസിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ടൈം ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഈ പറയുന്ന PYQസും MCQസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനിവേ ഐ ആം സ്റ്റാർട്ടിങ് മൈ സെഷൻ. സോ എന്താണ് ഹൈപ്പോതെസിസ് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചെറിയൊരു കഥയിലൂടെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് പനി വരികയാണ്. ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ജലദോഷമോ പനിയോ ജലദോഷം നമുക്ക് എന്താണ് ഒരു അസുഖമായിട്ട് ഒരു ദിവസം വരികയാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ, കോൾഡ്. ഓക്കെ, അപ്പോ നമ്മൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഇനിയിപ്പോ നമ്മളെ വീട്ടിലുള്ള ആള് എല്ലാവരും നമ്മൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാം, എന്തുകൊണ്ടായിരിക്കും ജലദോഷം വന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കും അല്ലെ, ആലോചിക്കും. അപ്പൊ എനിക്കിനി ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും. ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ നല്ല രീതിയിൽ തണുത്ത, അതായത് ഈ വെൽക്കം ഡ്രിങ്ക് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, തണുത്ത വെള്ളം, കൂൾ ഡ്രിങ്ക്സ്. അപ്പോൾ അതൊരു കാരണമാകാം. ഓക്കെ, അങ്ങനെ കല്യാണം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബൈക്കിലായിരുന്നു വന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു, റെയിൻ. അതുമായിരിക്കും ചിലപ്പോൾ ജലദോഷത്തിന് കാരണം. ഇനിയിപ്പം അതല്ല, എന്താണ്, ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരന് ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് സംസാരിച്ച കൂട്ടുകാരന് ഈ പറയുന്ന തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതെന്താണ്, പടർന്നതാവാം അല്ലെ, വൈറലായിട്ട് എനിക്ക് വന്നതാവാം. അതായത് ഒരു വേരിയബിൾ സംഭവിക്കാനും വേണ്ടി വേറെ ഒരുപാട് വേരിയബിൾസ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡിയ ഇല്ലാതെ ആ ഒരു ജലദോഷം അല്ലെങ്കിൽ കോൾഡ് എന്നുള്ളൊരു അസുഖം സംഭവിക്കാനും വേണ്ടി ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ ആകാനാണ് സാധ്യത എന്ന് പറയുന്ന ആ ഒരു എസംഷനെയാണ്, ആ ഒരു ഊഹിക്കലിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പോതെസിസ് എന്ന് പറയാം. അണ്ടർസ്റ്റുഡ്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇത് കാരണമായിരിക്കാം ഇത്, അല്ലെങ്കിൽ ഇത് കാരണമായിരിക്കാം ഇത്. ഓക്കെ, അതിനാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് അതിന്റെ ഒരു കോർ ബേസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന ഹൈപ്പോതെസിസ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പാർട്ടിലോട്ട് പോകാം. ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, അപ്പോ ഇതിലെ ഹൈപ്പോതെസിസിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഡെഫിനിഷൻ ഏതാ അറിയോ, ഈ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ മൂവിയില് പിന്നെ ഈ തിലകന്റെ ഒരു സീൻ ഉണ്ട്. തിലകനും മമ്മൂട്ടിയും ഒരു വീടിന്റെ പുറത്തുനിന്ന് അവർ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് മമ്മൂട്ടിയോട് ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മെഷർ ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ ഒരു IQ. അതില് ഈ പറയുന്ന ഈ സൂര്യന്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ മമ്മൂട്ടി പറയുന്നുണ്ട് അത് ഹൈപ്പോത്തിസിസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു എസംഷൻ ആണ്. സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു എസംഷൻ ആണ്. നമ്മൾ എസ്യൂം ചെയ്യണല്ലേ, സമയം ഇത്രയായി, 2 മണിയായി, 3 മണിയായി, അപ്പൊ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒരു ഒരു ഊഹിക്കലാണ് അത്. നമ്മുടെ മനുഷ്യൻ എപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ എസംഷൻ വഴി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ സമയവും ഈ തീയതി പോലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ സിനിമയിൽ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് പറയുന്നത്, ഈ സമയത്തിന്റെ അടിസ്ഥാനം സൂര്യന്റെ
ഒരു ഡയറക്ഷനെ പറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ, എനിവേ ഐ എം കമ്മിങ് ടു ദ ഡെഫിനിഷൻ പാർട്ട്. ഓക്കെ, സോ എന്താണ് ഹൈപ്പോതെസിസ് ഈസ് എ ടെന്റാറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ടെന്റാറ്റീവ് എന്ന് പറയുമ്പോൾ ടെമ്പററി എന്നുള്ളൊരു മീനിങ് ആട്ടോ, അതായത് ഏകദേശം ഇങ്ങനെ ആകാം എന്നുള്ള ഒരു മീനിങ് ആണ്. ഓർ പ്രഡിക്ഷൻ, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും അല്ലെ, പ്രഡിക്ഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഞാനിപ്പോ ഇവിടെ കോൾഡിന് നമുക്ക് എന്താണ് ഇവിടെ എക്സ് ആകാം, വൈ ആകാം, സെഡ് ആകാം. ഒരു പ്രഡിക്ഷൻ ആണ്, ഇതിൽ ഏതോ ഒന്നാകാനാണ് സാധ്യത എന്ന് നമ്മൾ എസ്യൂം ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്, ടെന്റേറ്റീവ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതാണ് എന്ത് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഹൈപ്പോതെസിസിന്റെ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുക? ഇപ്പൊ അസുഖത്തിന്റെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ഡോക്ടർ എന്ത് ചെയ്യും, ഇതിൽ എക്സ് ആണോ വൈ ആണോ സെഡ് ആണോ എന്ന് ഡോക്ടർ എന്ത് ചെയ്യും, കണ്ടുപിടിച്ചോളും. ഡോക്ടർ പറയും എക്സ് ആണ് കോൾഡിന് കാരണം എന്നുള്ളത്. അതേപോലെ റിസർച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ റിസർച്ചിൽ എന്താ ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഹൈപ്പോത്തിസിസ് 1, 2, 3 എന്നൊക്കെ ഉണ്ടാവും. അത് ഏതാണ് റിലേഷൻഷിപ്പ് എന്ന് ഈ ടെസ്റ്റ് വഴി എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അത് ഒരുപാട് സോഫ്റ്റ്വെയർ ടൂളുകളുണ്ട്. നമുക്കിപ്പം ഈ PLSM-ലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞു തരും. അതിന് ഒരു പിന്നെ ഔട്ട്ലേയേഴ്സ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ AVE, CF എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങളാണ്, ഞാൻ പറയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യും, അതിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഈ റിസർച്ചിൽ നമ്മൾ ഹൈപ്പോതെസിസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പം കേരളത്തിലെ സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി, കേരളത്തിലെ വിമൻസ് ഫിനാൻഷ്യൽ ലിറ്ററസി കേരളത്തിലെ, ഓക്കെ ഞാൻ പറയാണ്. അതായത് പിന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു എസംഷൻ പറയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുതലാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോസിസ് എന്താണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആളുകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണെന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകളോട് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി പറ്റി ചോദിക്കും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരോട് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി ചോദിക്കുന്നു. നമ്മൾ മെഷർ ചെയ്യും ഇതിൽ ആർക്കാണ് കൂടുതൽ. അപ്പൊ നമ്മൾ കാണുകയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുതൽ. അപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസ് അതെന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ആദ്യം നമ്മളതൊരു എസ്യൂം ചെയ്തു അല്ലെ, ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റിസർച്ച് എപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എസംഷൻസ് ഉണ്ടാവണം. മനുഷ്യന്റെ തോന്നലൂടെ മാത്രമാണ് റിസർച്ച് നടക്കുള്ളൂ. മനുഷ്യന്റെ എസംഷൻ വഴി മാത്രമാണ് റിസർച്ച് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. കാരണം നമ്മളൊരു കാര്യത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സംശയം ഉണ്ടാവണം. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പഠനം മുന്നോട്ട് പോകുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ അല്ല, ഞാൻ പറഞ്ഞ ഒരുപാട് പറഞ്ഞു, ഇത്ര അറിഞ്ഞാൽ മതി. ഫൈൻ, ഇതാണ് എന്ത് ഹൈപ്പോതെസിസ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, റിസർച്ച് ഹൈപ്പോതെസിസ് മനസ്സിലായല്ലോ. ഇതൊരു ബേസിക് ഹൈപ്പോതെസിന്റെ ഡെഫിനേഷൻ ആണ്. റിസർച്ച് ഹൈപ്പോതെസിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. ഞാനിപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ അഫക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ടെന്റേറ്റീവ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ്. വലിയ കോംപ്ലക്സിറ്റി കാര്യമൊന്നുമില്ല, പേരിലൊക്കെ നമ്മളൊരു കോംപ്ലക്സിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ഇതിനെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഞാൻ എന്താ പറയുന്നുള്ളത്. ഓക്കെ, ഒരു വളരെ ഈസി ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ ഉണ്ട്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഫോൾസ് പോസിറ്റീവ് ആണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഫോൾസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അതായത് ഈ പേര് ടൈപ്പ് 1 എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഫോൾസ് പോസിറ്റീവ് എന്നാ പറയുന്നത്. അതായത് ഒരു കാര്യം, അതായത് നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഫോൾസ് ആയിട്ട് ചിത്രീകരിക്കുകയാണ്. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം മാൻ ഈസ് പ്രഗ്നന്റ് അല്ലെ, അതായത് പുരുഷൻ എന്താണ്, പ്രഗ്നന്റ് ആണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്താണ്, ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുരുഷൻ എന്തല്ല, ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. അണ്ടർസ്റ്റുഡ്? അതായത് പ്രഗ്നൻസി നടക്കുന്ന ഒരു കാര്യമാണല്ലേ. അതായത് ഇപ്പോ നമ്മൾ ഒരു മനുഷ്യന്മാർ പ്രഗ്നന്റ് ആവും അല്ലെങ്കിൽ മനുഷ്യരിൽ പ്രഗ്നന്റ് ആവും എന്നൊരു കോൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ മാൻ ഈസ് പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, റിയാലിറ്റിയിൽ നോട്ട് പ്രഗ്നന്റ് ആണ്, പക്ഷെ നമ്മൾ ഡിസിഷനിൽ പറയാണ് പുള്ളിക്കാരൻ
പ്രഗ്നന്റ് ആണ്. റിയാലിറ്റിയിൽ നടക്കാത്ത കാര്യം നമ്മൾ ഫൈൻഡിങ്സിലൂടെ നടന്നു എന്ന് പറയാം. റിയാലിറ്റിയിൽ നടക്കാത്ത കാര്യം ഫൈൻഡിങ്സിലൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ടൈപ്പ് 1 ഫാൾസ് പോസിറ്റീവ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, നേരെ എനിക്ക് മെസ്സേജ് അയച്ചോ. ഓക്കെ, എന്റെ നമ്പർ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പേജിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ് നെഗറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ പറയാണ് ഒരു എന്താണ് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ നമ്മൾ കണ്ടു പറയാണ് വിമൺ ഈസ് നോട്ട് പ്രഗ്നന്റ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ അവിടെ ഉണ്ട്. ആ ഗർഭിണിയായ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമണിനെ കണ്ട് നമ്മൾ പറയാണ് ഈ വുമൺ എന്തല്ല, പ്രഗ്നന്റ് അല്ല എന്ന് നമ്മൾ പറയാണ്. അതായത് റിയാലിറ്റി എന്താണ്, പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ ഡിസിഷനിൽ ഞാൻ എന്താ പറയുന്നത്, അവര് പ്രഗ്നന്റ് അല്ല എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ റിയാലിറ്റിയും ഡിസിഷനും നിങ്ങൾ മനസ്സിലാക്കേണ്ട. അതിൽ ആ രണ്ട് കോൺസെപ്റ്റ് കിട്ടുകയും നിങ്ങൾക്ക് സംഭവം ഈസിയാണ്. ഓക്കെ, അത് നമ്മൾ പറയുന്ന പേരാണെന്ത്, ടൈപ്പ് 2 ഫാൾസ് നെഗറ്റീവ് എന്ന് പറയും. ഫസ്റ്റ് കേസിൽ എന്താണ്, റിയാലിറ്റിയിൽ എന്താണ്, പ്രഗ്നന്റ് അല്ല, നമ്മൾ പറയാണ് പ്രഗ്നന്റ് ആണ്. സെക്കൻഡ് ടൈപ്പ് 2 പറയുന്നതാണ് റിയാലിറ്റിയിൽ പ്രഗ്നന്റ് ആണ്, നമ്മൾ പറയാണ് പ്രഗ്നന്റ് അല്ല എന്നുള്ളത്. ഓക്കെ, ഇതാണെന്ത് ടൈപ്പ് 1 ടൈപ്പ് 2 എറർ. മനസ്സിലാവാത്തൊരു ഒന്നും കൂടി എന്ത് ചെയ്യുക, എൻ്റെ ആ ഒരു ടൈപ്പ് 1ന്റെ ബിഗിനിങ് ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു 3-4 തവണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവും. മനസ്സിലാത്തവരോടാണ്, മനസ്സിലായവർക്ക് പ്രശ്നമില്ല. എന്നിട്ട് സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംഭവം മനസ്സിലാകുന്നവരെ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ? ഇതാണ് നിങ്ങളത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എററിൽ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഹൈപ്പോത്തിസിസ് നമ്മൾ നോക്കി, അതുപോലെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ നിങ്ങൾക്ക് എന്ത് ചെയ്തു, സംഭവം മനസ്സിലായി. റൈറ്റ്, ഇനി എന്താണ് ഹൗ ടു ഫോർമുലേറ്റ് ഗുഡ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു നല്ലൊരു ഹൈപ്പോത്തിസിസ് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നെന്താണ് ഐഡന്റിഫൈ ദ റിസർച്ച് പ്രോബ്ലം ക്ലിയർലി. ഓക്കെ, നമ്മുടെ റിസർച്ചിന്റെ എന്താണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്ത് റിസർച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രശ്നം, റിസർച്ചിന്റെ പ്രശ്നമില്ല. ഇപ്പം സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണെന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് റിസർച്ച്, നമ്മുടെ റിസർച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിറ്റർമൈൻ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. അതായത് ഇവിടെ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്, ഇതെന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ളത്? സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ യൂസേജ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഓക്കെ, സ്ത്രീകളുടെ ഏജ്, ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ പറയുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി എന്ത് ചെയ്യുക, എഫക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവരിക. അതായത് ഇവിടെ എന്താണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ്, കൂടുതലാണ്. അതൊരു ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഒരാൾ ഒരുപാട് സമയം ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ഈ ഫിനാൻഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള യൂട്യൂബ് ചാനൽസിലൂടെ റീൽസുകൾ കണ്ടിട്ട് പോയിട്ടുണ്ടാവാം. അത് കാരണം അവരുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടിയിട്ടുണ്ടാവാം. അതൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പഠിച്ച ആളുകൾക്ക് എന്തുണ്ടാവും, കൃത്യമായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം കൃത്യമായിട്ട് നോളജ് ഉണ്ടാവും. ഇനി ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും, അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എങ്ങനെ ഒരു വീട്ടിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന അവർക്കായിരിക്കും അറിയാം. അതുപോലെ ഹൈപ്പോത്തിസിസ് ആവും, അതൊരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ആണ്. അതാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. 3 സ്റ്റെപ്സും ക്ലിയർ അല്ലേ? വളരെ ഇൻഡെപ്തിലേക്കൊന്നും പോകരുത്, ജസ്റ്റ് എന്താണ് ആ ഒരു ബേസിക് പെരിഫറൽസ് എന്ന് മാത്രം കാര്യങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, കാരണം ഹൈപ്പോത്തിസിസ് എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. അത് നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ വളരെ ചുരുക്ക സമയം കൊണ്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ ലോജിക്കൽ ഇൻഡെപ്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരും. അപ്പൊ നെറ്റ് നമുക്ക് അത്ര ഇൻഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ ഇൻഡെപ്തിലേക്ക് പോകാത്തത്. അതുകൊണ്ട് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് റൈറ്റ് എ ക്ലിയർ സ്പെസിഫിക് ആൻഡ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ എന്താണ് എഴുതുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ റിസർച്ച് പേപ്പറിലൊക്കെ നമ്മൾ എഴുതും. അതായത് ഹൈപ്പോത്തിസിസ് 1 സോഷ്യൽ മീഡിയ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനെ ഡിഫൈൻ ചെയ്യണം. സോഷ്യൽ മീഡിയ എന്താ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത്. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സെമ്മി എന്നുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ.
പിന്നെ എന്താണ് ഫോർമുലേറ്റ് നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, H0O H0 ഓക്കെ, അതായത് പിന്നെ SM പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ SM നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഓക്കെ, പിന്നെ എന്താണ് എൻഷുർ ദി ഹൈപ്പോത്തിസിസ് മെഷറബിൾ ആൻഡ് റിസർച്ചബിൾ. നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റിന്റെ. നിങ്ങൾ ഒരു ദിവസം എത്ര ഫ്രീക്വന്റ് യൂസേജ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ പറയുന്ന പിന്നെ ഇൻഫ്ലുവൻസസിനെ ഫോളോ ചെയ്യാറുണ്ടോ, അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? അതുപോലെ തന്നെ ഇത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ്, പിന്നെ നിങ്ങൾ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടും. അപ്പൊ ആ ഉത്തരം തരികയാണെങ്കിൽ ആളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുതലാണ്, മെഷറബിൾ ആണ്. അപ്പൊ നമ്മുടെ വേരിയബിൾസ് എന്തായിരിക്കണം, മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നമുക്കത് അളക്കാൻ പറ്റുന്നതായിരിക്കണം. അതിൽ ഒരു പേരിനൊരു വേരിയബിൾ അവിടെ കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് അല്ല. ഓക്കെ, പിന്നെ എന്താണ് കീപ് ഇറ്റ് സിമ്പിൾ, പ്രിസൈസ് ആൻഡ് തിയറി ബേസ്ഡ്. ഓക്കെ, എന്താണ് നമ്മുടെ ഹൈപ്പോസിസ് ഇപ്പൊ എന്തായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നുള്ളത്, സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. രണ്ടും ഡിഫറെന്റ് ഫാക്ടേഴ്സാണ്. പ്രിസൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. സോഷ്യൽ മീഡിയ കോമൺ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, അത് എൻഗേജ്മെന്റ് ആണോ ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്നുള്ളത്. ഓക്കെ, അത് പ്രിസൈസ് ആയിട്ട് പറയണമെന്ന് പറയുന്നത് ഫൈൻ. പിന്നെ തിയറി ബേസ്ഡ് ആണ്. അത് എല്ലാ ഹൈപ്പോത്തിസിസും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തേ ഹൗ ടു ഫോർമുലേറ്റ് ഗുഡ് ഹൈപ്പോത്തിസിസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ലോജിക്കൽ ഫ്ലോ, അതുപോലെ തന്നെ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് റിസർച്ച് സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോത്തിസിസ് നമ്മൾ പൊതുവെ സെറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് എന്ത് മൂന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഹൗ ടു ഫോർമുലേറ്റ് ഗുഡ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഇതും വലിയ നമുക്ക് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായ ആളുകൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ എന്താണ് സിമ്പിൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, അതായത് എക്സ് വൈനെ എഫക്ട് ചെയ്യുന്നു, അവിടെ വേറെ എയോ ബിയോ സിയോ അങ്ങനെ ആരുമില്ല, നോ വൺ ഇസ് ദർ. ഒരൊറ്റ കോസും ഒരൊറ്റ എഫക്റ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അതായത് വൺ കോസ് വൺ എഫക്റ്റ്. എക്സാമ്പിൾ, മൊബൈൽ ഫോൺ യൂസ് എഫക്ട്സ് സ്റ്റുഡൻസ് മാർക്ക്. ഓക്കെ, അവിടെ പിന്നെ വേറെ ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല. മൊബൈൽ ഫോൺ യൂസ് സ്റ്റുഡൻസിന്റെ മാർക്കിനെ ബാധിക്കുന്നുണ്ട്. എക്സ് വൈ, വൺ കോസ് വൺ എഫക്റ്റ്. അതാണ് ഫസ്റ്റ് വരുന്ന ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസിലെ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ്. എന്താണ്, സിമ്പിൾ ഹൈപ്പോത്തിസിസ്. ഇനി വരുന്നതാണ് എന്ത്, കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്. കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എ ബി സി ഇതിൽ മൂന്നിൽ ഏതും എക്സിനെ എഫക്ട് ചെയ്യാം. അതായത് മനസ്സിലായല്ലോ, മോർ ദാൻ വൺ കോസ് ഓർ എഫക്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, എ എന്നുള്ളത് ബിയെയും സിയെയും ഡിയെയും ബാധിക്കും. മോർ ദാൻ വൺ കോസ് ഓർ മോർ ദാൻ വൺ എഫക്ട്. കോസോ എഫക്റ്റോ മോർ ദാൻ വൺ ആകുന്ന സമയത്ത് അങ്ങനെയുള്ള ഹൈപ്പോത്തിസിസ് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഓക്കെ, അതായത് മോർ ദാൻ വൺ കോസ് ഓർ എഫക്ട്. എക്സാമ്പിൾ എന്താണ്, ഇൻകം ആൻഡ് എഡ്യൂക്കേഷൻ എഫക്ട്സ് ബൈയിങ് ബിഹേവിയർ. ഇൻകവും എഡ്യൂക്കേഷൻ എന്താണ് ഒരാളുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് ഈ കോംപ്ലക്സ് ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. ഇതാണ് എന്ത് സെക്കൻഡ് ടൈപ്പിൽ വരുന്ന ഹൈപ്പോത്തിസിസ്. ഇനി എന്താണ് തേർഡ് വരുന്നതാണ് എന്ത് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് നോ എഫക്ട് ഓർ റിലേഷൻഷിപ്പ്. അതായത് ഈ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് പറയുന്നത് എക്സ് എന്ത് ചെയ്യുന്നില്ല, വൈനെ ബാധിക്കുന്നില്ല. അതായത് സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇത് നമ്മളെന്ന് പറയാ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം, H0O എന്ന് പറയാം. ഓക്കെ, ഷോർട്ട് ആയിട്ട് നമ്മൾ ഇങ്ങനെ വിളിക്കുക. മൊബൈൽ ഫോൺ യൂസ് ഡസ് നോട്ട് എഫക്ട് മാർക്സ്. അപ്പൊ അതെന്തായി, അത് നൾ ഹൈപ്പോത്തിസിസ് ആയി. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇതാണ് എന്ത് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട തേർഡ് ഹൈപ്പോത്തിസിസ് വരുന്നത്. ഫൈൻ. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഓക്കെ, എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്? എ ഹൈപ്പോത്തിസിസ് ടെസ്റ്റഡ് യൂസിങ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അതായത് ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതിന് നമ്മളെന്ത് പറയാ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഡാറ്റ നമ്മൾ എടുക്കും. ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ ഡാറ്റ എടുത്തിട്ട് നമ്മൾ നോക്കും, അതായത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് ആരാണ്, വിമൺ ആണോ അതുപോലെ മെൻ ആണോ എന്നുള്ളത്. ഓക്കെ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊരു എക്സാമ്പിൾ കേട്ടോ, പറഞ്ഞ ചിലപ്പോൾ ഒരു പ്രശ്നം. ഓക്കെ, എനിവേ ഓക്കെ, നമുക്ക് മെന്നെ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന രീതി എടുക്കാം. ഫൈൻ. അപ്പോ എന്താണ്, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ എടുക്കുന്നു അല്ലെ. അത് ഓൺലൈൻ പർച്ചേസിന് ഡാറ്റ ഫ്ലിപ്കാർട്ട് വഴി ആമസോൺ വഴി അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഫൈൻ. അതായത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റഡ് യൂസിങ്, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യാണ് യൂസിങ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ന്യൂമറിക്കൽ ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഫൈൻ. പിന്നെ വരികയാണ് എന്ത്, ലോജിക്കൽ ഹൈപ്പോത്തിസിസ് അതുപോലെ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. ലോജിക്കൽ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ ഒന്നുമില്ല, എ ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ഓൺ റീസണിങ് ഓർ തിയറി. ഓക്കെ, അതായത് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലോ റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരുപാട് തിയറി ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ മുന്നേ റിസർച്ചുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ബഞ്ച് ഓഫ് കോൺസെപ്റ്റ്, ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ് നമ്മൾ തിയറി എന്ന് പറയാം. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ മുന്നേ തിയറി പറയുന്നത് എന്താണ്, അതായത് ഫിനാൻഷ്യൽ നോളജ് ഉള്ള ആളുകൾക്ക് എന്താണ് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവും എന്ന് പറയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ഒരു ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലോജിക്കൽ ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇതെന്താണ്, ഇത് മൊത്തം എന്താണ് തിയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീസണിങ്ങിന്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയാം, ലോജിക്കൽ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയാം. ഫൈൻ. പിന്നെ വരികയാണ് എന്ത്, വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മളെ ഇതൊരു മേജർ ഹൈപ്പോത്തിസിസ് അല്ല, കറന്റ്ലി ഉള്ള ഒരു ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ സോഷ്യൽ മീഡിയ യൂസേജ് എന്ത് ചെയ്യാണ്, ഓൺലൈൻ ഷോപ്പിങ്ങിനെ എഫക്ട് ചെയ്യാണ്. ഓക്കെ, ഓൺലൈൻ ഷോപ്പിങ്ങിനെ എഫക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താണ്, സോഷ്യൽ മീഡിയ യൂസേജ് തന്നെ എന്താണ്, മെയിലും അതുപോലെ ഫീമെയിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ മെയിലും ഫീമെയിലും ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു മേജർ ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിനെ ഗൈഡ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് പറയാം, വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ വേറൊരു എക്സാമ്പിൾ ആണ്, സോഷ്യൽ മീഡിയ മേ ഇൻഫ്ലുവൻസ് പർച്ചേസ് ഡിസിഷൻ. അതായത് പർച്ചേസ് ഡിസിഷനെ പല കാര്യങ്ങൾ കൊണ്ട് ബാധിക്കാം, പക്ഷെ സോഷ്യൽ മീഡിയ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനെ ബാധിച്ചേക്കാം. അപ്പൊ നമ്മൾ അത് എന്താണ് ഒരു റിസർച്ചിനെ ഗൈഡ് ചെയ്യാനും വേണ്ടി നമ്മുടെ എസംഷൻ അവിടെ എന്ത് ചെയ്യാണ്, മുന്നോട്ട് വെക്കുകയാണ്. ഇതാണ് എന്താ ഇപ്പോൾ വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് നിങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചും കൂടി ഇൻഡെപ്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നോ വറീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ഒരു വോയിസ് ആയിട്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്. ഞാനിപ്പോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും വേണ്ടി എനിക്ക് ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ കോഴ്സിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ അപ്പോ വീഡിയോ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോവാം, അല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ കോഴ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എൻ്റെ കോഴ്സ് എൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെല്ലാവരും ഒരു അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കും, ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് പോകും, പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഇൻഡെപ്തിലോട്ടാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസെന്റ് ആയിട്ടുള്ള 3 വർഷങ്ങൾ 4 വർഷങ്ങളിലായിട്ട് NTA ചോദിച്ചു വരുന്നത്. അപ്പൊ ബേസിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് സമയം കൊടുക്കാൻ പാടില്ല. ഇൻഡെപ്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ പോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി കൃത്യമായിട്ടുള്ള രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2026 മുതൽ 2010 വരെയുള്ള എല്ലാ PYQസും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലെ മേജർ ആയിട്ടുള്ള ടോപ്പിക്സ്, അത് 10 യൂണിറ്റിന്റെ കീഴിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പം റിസർച്ച് ചാപ്റ്ററിന്റെ കീഴിൽ എത്രയൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും കോഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കോഴ്സ് എങ്ങനെ ഞാൻ അത്
പിന്നെ പിന്നെ പ്രോസസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും, PYQs 2026 മുതൽ പിറകോട്ട് ഞാൻ പോകും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, 1 2 3 4. ആദ്യം ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ കോൺസെപ്റ്റ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ്, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ, ഇങ്ങനെ ഈ 4 ഓപ്ഷന്റെയും കോൺസെപ്റ്റ് ഞാൻ എടുക്കും. അങ്ങനെ മൊത്തത്തില് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, 5 കോൺസെപ്റ്റുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. PYQs അതിന്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പഠിച്ചതും ഈ പാറ്റേണും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ സ്ട്രാറ്റജിയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പിക് വൈസ് PYQ ഡിസ്കഷൻ ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാവും, 50 മോക്ക് ടെസ്റ്റുകൾ. എന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കിനും എന്താണ്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വേറെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റും അതിന്റെ കൂടെ ഓവറോൾ ആയിട്ടുള്ള ഡിഫറെന്റ് മോക്ക് ടെസ്റ്റുകൾ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു 50 മോക്ക് ടെസ്റ്റ് മിനിമം ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം, ടോപ്പിക് വൈസ് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എക്സാമിന് അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഷോർട്ട് നോട്ട്സുകൾ. അപ്പൊ ഷോർട്ട് നോട്ട്സുകൾ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ എന്റെ നെറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു PDF ഫയലാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നതായിരിക്കും. 24/7 ഡൗട്ട് ക്ലിയറൻസ്. ഓക്കെ, ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഒരൊറ്റ മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഐ വിൽ ബി ഓൾവേസ് അവൈലബിൾ ഓൺ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ